Hi guys, welcome back to my YouTube channel. My name is Meera Krishnan and you're watching Leddo. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോണത് കപ്പേനെ കുറിച്ചാണ്. കപ്പ ഓർ മരച്ചീനി, ഇംഗ്ലീഷിൽ ടപ്പിയോക്ക എന്നും പറയും. അപ്പോൾ ഈ കപ്പയും വെച്ച് കുറേ ഡിഷസ് ഒക്കെ ഉണ്ട്. കപ്പപ്പുഴുക്ക്, പിന്നെ എന്താ കുറേ കപ്പയും വെച്ച് അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. നമ്മൾ ഇറച്ചിയും കൂട്ടി കഴിക്കും, അല്ലാണ്ടേയും കഴിക്കും, മീൻകറിയും കൂട്ടി കഴിക്കും, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ പലരും ഈ കപ്പ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എങ്ങനെയാണ് അത് ഉണ്ടാവണേന്നോ, എവിടെയാണ് ഉണ്ടാവണേന്നോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പറിക്കണേന്നോ അതൊന്നും ചിലവർക്കൊന്നും അറിയില്ലായിരിക്കും. പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയില്ലാത്തവർക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാണ്. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ കപ്പത്തോട്ടത്തിലേക്കാണ് പോണത്. അപ്പോൾ ആ ചേട്ടൻ നമ്മൾക്ക് ഇന്നൊരു കപ്പ പറിച്ച് കാണിച്ചു തരും. അപ്പം നമ്മൾക്കത് കാണാൻ പറ്റും എങ്ങനെ കപ്പ പറിക്കണേന്നും അത് അങ്ങനെ എങ്ങനെയൊക്കെയാണ് പറിക്കേണ്ടത്, എന്തൊക്കെയൊക്കെയാണ് നോക്കേണ്ടത് പറിക്കുമ്പോൾ, അങ്ങനെയൊക്കെ രവിചേട്ടൻ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് രവിചേട്ടനെ കണ്ടാലോ, ബാ. ഇതാണ് രവിചേട്ടൻ. രവിചേട്ടനാണ് ഇപ്പൊ നമുക്കന്ന് ഇപ്പൊ കപ്പ പറിക്കണ എങ്ങനെയാന്ന് കാണിച്ചു തരാൻ പോണേ. അപ്പൊ രവിചേട്ടാ നമുക്ക് അങ്ങോട്ടേക്ക് വാ. കപ്പൊക്കെ എല്ലാരും കഴിച്ചിട്ടുണ്ടാവില്ല. കപ്പയും വെച്ച് എന്തോരം ഡിഷുള്ള കുറെ ഡിഷൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കപ്പ എങ്ങനെ പറിക്കണത് പലരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് വാ. കപ്പ പറിക്കണേ അറിയാ. ഇതിപ്പോ രവിചേട്ടന്റെ കപ്പത്തോട്ടാണിത്. അപ്പൊ രവിചേട്ടൻ തന്നെയാണ് ഇവരെല്ലാം കാര്യങ്ങളും നോക്കണേ. രവിചേട്ടന്റെ ഭാര്യയാണത്, കോമൾ ചേച്ചി. അതാണ് കോമൾ ചേച്ചി, രവിചേട്ടന്റെ ഭാര്യ. ഇവർ രണ്ടുപേരാണ് ഈ കപ്പത്തോട്ടോ ഈ ജാതിക്കത്തോട്ടൊക്കെ നോക്കണേ. അപ്പൊ അതല്ല, നാടൻ കപ്പയാണ്, നമുക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതാണിപ്പോ നമ്മൾ പറിച്ച കപ്പ. ഇതിപ്പോ ഇങ്ങനെയാണ് നമ്മൾ കപ്പ പറിക്കുമ്പോ ഉണ്ടാവണത്. നല്ല തടിച്ചും വേരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് കപ്പേനെ കുറിച്ച് ഇച്ചിരി കൂടി ഇൻഫോർമേഷൻസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ കപ്പയും വെച്ച് എന്തെങ്കിലുമൊക്കെ ഡിഷസ് കുറെ ഒക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ അതിന്റെ പേര് കമന്റ് ഇടുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ ബൈ.